ഡോക്ടർ പി എസ് ഷാജഹാൻ, മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി ശസ്ത്രക്രിയയ്ക്കായി വരുന്നവർക്ക് പലപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളൊരു സാഹചര്യം അവിടെ നിൽക്കുകയാണ്. എല്ലാവർക്കും എന്ന് പറയുന്നില്ല. ശാസ്താംകോട്ട സ്വദേശിയായ നിഖിൽ രവി ആശുപത്രിയുടെ ദുരവസ്ഥ പറഞ്ഞത് എങ്ങനെയാണ്? അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ സർജറിക്ക് 1.5 ലക്ഷം രൂപ ചെലവായി. സർജറിക്ക് ആവശ്യമായ 60-ലധികം സാധനങ്ങൾ അദ്ദേഹത്തിന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. വേറെയുമുണ്ട്. അവിടെ ഒരു രോഗിയുടെ കാര്യം, ചികിത്സയ്ക്കായി ചിലവായ തുക അതിൻ്റെ കടം വീട്ടാൻ വീട് വിൽപ്പനയ്ക്ക് വെക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ഹൃദയാഘാതത്തെ തുടർന്നാണ് അനിൽ ചികിത്സ തേടിയത്. നാട്ടുകാരിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ചികിത്സ നടത്തിയത്. അതും മെഡിക്കൽ കോളേജിലെ അനുഭവമാണ് പറയുന്നത്. വേറെയുമുണ്ട്. ശസ്ത്രക്രിയ ഉപകരണമില്ലാത്തതിനാൽ ദുരിതത്തിലായത് അനഘ എന്ന രോഗി. വൃക്കയിലിട്ട സ്റ്റെൻറ്റുമായിട്ട് അനഘ മാസങ്ങൾ തള്ളി നീക്കി. അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ സ്റ്റെൻറ്റ് നീക്കേണ്ടതായിരുന്നു. പക്ഷേ 4 മാസം കഴിഞ്ഞിട്ടാണ് ആ സ്റ്റെൻറ്റ് എടുത്തത് എന്ന് പറയുന്നു. അപ്പോൾ അതിലും അനാസ്ഥയായി ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഒരുപാട് കഥകൾ ഓരോരുത്തരായി പറയുകയാണ്. അപ്പോൾ ഒരാഴ്ചത്തേക്ക് എന്ന് പറഞ്ഞിട്ട സ്റ്റെൻറ്റ് അനഘ വേദന സഹിച്ചുകൊണ്ട് 4 മാസം കൊണ്ട് നടന്നു എന്നാണ് അവർ പറയുന്നത്. വേറെയുമുണ്ട്. 68-കാരി ആരിഫ ബീവി, അവരുടെ 2 കാലിനും ഒടിവ് പറ്റി. ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ കാർഡിയോ ഒപിയിൽ നിന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ജൂൺ 25-ാം തീയതി നൽകാമെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതായത് അടിയന്തരമായ ശസ്ത്രക്രിയ നടത്തേണ്ടവർക്കും അത് നടക്കാത്ത സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെ അവിടെയുള്ള പോരായ്മകളുടെ ചില ഉദാഹരണങ്ങൾ മാത്രമല്ലേ? അതപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന രൂപത്തിൽ എങ്ങനെ മൂടി വെക്കാൻ പറ്റും ഡോക്ടർ പി എസ് ഷാജഹാൻ? അല്ല, ഇത് മൂടി വെക്കുന്നതോ മൂടി വെക്കാത്തതോ അല്ല പ്രശ്നം. നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ നമ്മൾ വളരെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും. അതിനനുസൃതമായ സൗകര്യങ്ങൾ നമുക്ക് എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മളൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ട കാലം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുൻഗണനാക്രമം നിശ്ചയിച്ചുകൊണ്ട് അത്യാവശ്യം, ആവശ്യം, അഭികാമ്യം എന്ന രീതിയിൽ കാര്യങ്ങളെ സമീപിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഇതിന് പരിഹാരമാവൂ. അപ്പോൾ അത് ഇതുവരെ സമീപിക്കുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? ഡോക്ടർ പി എസ് ഷാജഹാൻ, അതൊക്കെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? അത് ചെയ്യുന്നില്ല എന്നല്ലേ അർത്ഥം? അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾക്ക് ഓരോ മെഡിക്കൽ കോളേജിലെയും കേരളത്തിലെ ഇപ്പൊ മറ്റ് നിരവധി ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ താങ്കൾ സൂചിപ്പിച്ചു, പലരുടെയും പ്രശ്നം വെച്ചു. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നത് വെച്ചിട്ട് ഒരു ഓഡിറ്റിംഗ്, നമ്മുടെ ആശുപത്രികളിൽ എത്രത്തോളം താമസം വരുന്നുണ്ട്, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള കേസുകൾ പെട്ടെന്ന് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചൊരു സംസ്ഥാന വ്യാപകമായിട്ടൊരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്നതാണ് നമ്മൾ KGMCT ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ലാതെ ഇപ്പം ഈ പറയുന്നത് പോലെ കുറെ പരാതികൾ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം വളരെ വലിയ ഒരു ആരോഗ്യ രംഗത്തെ ചെറുതാക്കി കാണുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ശരിയുമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പറയുന്നതൊന്നും തെറ്റാണെന്നോ, ഈ രോഗികളിൽ പറയുന്ന വാദം ഒന്നും തെറ്റാണെന്നോ സ്ഥാപിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ ആയിരക്കണക്കിന് രോഗികൾ വന്നു പോകുന്നിടത്ത് കുറച്ച് പരാതികൾ ഉണ്ടാകുന്നുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മുടെ ഒരു ആരോഗ്യരംഗത്തിന്റെ പ്രതിച്ഛായ, അല്ലെങ്കിൽ ആശുപത്രികളിൽ കാര്യമായിട്ടൊന്നും നടക്കുന്നില്ല എന്നൊരു ചിത്രം ഉണ്ടാവരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.